ചേട്ടാ, ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഇന്ന് വാർത്തക്കകത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ ഒരു സ്വന്തം MP ഒരു ഉദ്ഘാടനത്തിന് പോയി. ചെറിയനാട് ഒരു ട്രെയിനിന്റെ സ്റ്റോപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. രാവിലെ ചെന്ന് നിന്നു, ട്രെയിനൊക്കെ വരുന്നതും കാത്തു നിന്നു, ട്രെയിൻ നിർത്തിയില്ല, പോയി. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്. സോഷ്യൽ മീഡിയയില് അങ്ങ് കൊടിക്കുന്ന് സുരേഷ് അങ്ങ് നാണം കെട്ടുപോയി. വെളുപ്പിന് 7:15 പൂച്ചെണ്ടുമായി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാണ്. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ പൂച്ചെണ്ടും മധുരങ്ങളുമായിട്ടും 200 പേരൊക്കെ ആയിട്ട് പോയി നിന്നതാണ്. പുതിയ ഒരു മെമു ട്രെയിൻ അതിന്റെ സ്റ്റോപ്പ് ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചിരുന്നു. കൊല്ലം എറണാകുളം മെമു ട്രെയിൻ ആണ് സംഭവം. പക്ഷെ നാടിന് നല്ലൊരു കാര്യമാണത്. നാടിന് നല്ലൊരു കാര്യമാണ്. പക്ഷേ MP ഒന്ന് ചമ്മി. അതെ, പൂച്ചെണ്ടും മധുരവുമായി പോയി നിന്ന MP ട്രെയിൻ നിൽക്കും എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ ട്രെയിൻ നിർത്താതെ അങ്ങ് പോയി. പിന്നീട് റെയിൽവേയുടെ അധികൃതർ അദ്ദേഹത്തോട് മാപ്പൊക്കെ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ നിർത്താം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഒരു വൈഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചാലും പോട്ടെ, അതൊരു വലിയ കാര്യം. ഒരു സ്റ്റോപ്പ് അനുവദിച്ചതിന് ഈ MP ഒക്കെ വന്ന് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ പലപ്പോഴായി കാണുന്നതാണ്, ഒരു ചെറിയ എന്തെങ്കിലും പ്രോജക്റ്റ് ആയിരിക്കും, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പഞ്ചായത്ത് ഒരു പൈപ്പ് വയ്ക്കുന്നതായിരിക്കും. അതിന് ഉദ്ഘാടനം, അതിന് മധുര വിതരണം, ചായ വിതരണം, എത്ര രൂപയാണ് പബ്ലിക്കിന്റെ പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നത്. ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഈ റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം ഇപ്പോൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും പലയിടങ്ങളിലും ഈ എസ്കലേറ്ററുകൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്നുണ്ട്. ചിലങ്ങളിൽ ലിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കാണുന്നത് ഈ എസ്കലേറ്റർ ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി വരുന്നു, അല്ലെങ്കിൽ MP പോയി ഉദ്ഘാടനം ചെയ്യുന്നു, MLA ഉദ്ഘാടനം ചെയ്യണു. എന്നിട്ട് ഇവരെ ചെയ്യണം എന്താന്ന് വെച്ചാല് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാ പറയണേ. അതെ, ചിലർ പറയും ഞാൻ കൊണ്ടുവന്നു, ഇവരും ആദ്യം കല്ലിട്ടത് ഞാനാ. അല്ല, നാട്ടിലുള്ള ഏറ്റവും വലിയ വിഷയം ഇപ്പം ഈ ചെറിയനാട് പഞ്ചായത്ത് തന്നെ എടുക്കാം. അപ്പൊ അവിടുത്തെ വാർഡ് മെമ്പർ തൊട്ട് തുടങ്ങും, ഇവിടെ ട്രെയിന് അനുവദിപ്പിച്ചത് ഞാനാണ്, പഞ്ചായത്ത് തുടങ്ങും ഞാനാണ്, MLA പറയില്ല ഞാനാണ് കൊണ്ടുവന്നത്, നമ്മുടെ കേന്ദ്രമന്ത്രിമാർ പറയും ഞങ്ങളാണ് പറഞ്ഞ് സ്റ്റോപ്പ്, ഞങ്ങളാണ് ഒപ്പിട്ട് കൊടുത്തത്. അതെ, അപ്പൊ ബേസിക്കലി ഇതിന്റെ ഒരു പിതൃത്വത്തിന് വേണ്ടിയാണ് ഈ ബഹളം മുഴുവൻ വെക്കുന്നത്. പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ചെറിയ പദ്ധതിയും ആയിക്കൊള്ളട്ടെ, ഇവരിങ്ങനെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഓരോ പരിപാടി നടത്തുമല്ലോ. ഈ രാഷ്ട്രീയക്കാരുടെ എപ്പോഴുള്ള ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനും ഉദ്ഘാടനം. അതെ, ഒരു കൊച്ചു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഉദ്ഘാടനം. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു റോഡുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, അതിനുശേഷം 4 ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നേ വരെ ആ റോഡ് റെഡിയാക്കിയിട്ടില്ല. എല്ലായിടത്തും തന്നെ അവസ്ഥ. ആദ്യം ഒന്ന് നോക്കാൻ വരും, അപ്പൊ ഒരു ഉദ്ഘാടനം ഉണ്ടാവും. പിന്നെ ഒരു വെറുതെ ഒരു കല്ലുകൊണ്ട് ഇടും, ഒരു ഉദ്ഘാടനം. അപ്പൊ ചിലപ്പോ പറയും നമുക്ക് വേറെ ഒന്നുകൂടെ കല്ലിടേണ്ടി വരും, അപ്പൊ പിന്നെ അവിടെ പോയി ഉദ്ഘാടനം, പ്രവർത്തന ഉദ്ഘാടനം. അതെ, ആദ്യത്തെ ദിവസം റോഡും ട്രാക്ടറും എല്ലാം വന്ന് കിടക്കുമ്പോൾ ഒരു ഉദ്ഘാടനം. അതെ, അങ്ങനെ പല ഉദ്ഘാടനങ്ങളാണ്. കാരണം ഇവർക്ക് ലൈവായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് വേണം, സോഷ്യൽ മീഡിയയിൽ നടക്കട്ടെ. പക്ഷെ ഈ ഉദ്ഘാടനത്തിന് ചെലവഴിക്കുന്ന പണം, അത് ഈ തദ്ദേശ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഇതുപോലത്തെ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അത് ടാക്സ് പേയേഴ്സിന്റെ മണിയാണ്, ആവശ്യമില്ലാതെ ഒരു എസ്കലേറ്റർ എന്തിനാണ് ഉദ്ഘാടനം ചെയ്യണത്? അല്ല, മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ വന്നോണ്ട് എസ്കലേറ്റർ. പക്ഷെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ ജനങ്ങളിലോട്ട് ഞാൻ ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നീക്കത് കാണണം എന്ന് പറയാൻ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഒരു പഞ്ചായത്തിന്റെ മൂലയ്ക്ക് ഒരു പൈപ്പ് വെക്കാനും, ഒരു ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കാനും, അല്ലെങ്കിൽ ഒരു എസ്കലേറ്റർ വെക്കാനോ ലിഫ്റ്റ് വെക്കാനോ ഇത്രയൊക്കെ പറ്റുള്ളൂ. ഒരു MP കൊണ്ടോ ഒരു MLA കൊണ്ടോ ശരിക്കും ഇത്രയേ ഉള്ളൂ ഇവരുടെ പവർ. അല്ലാതെ ഈ വലിയ പ്രോജക്റ്റുകളാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഒരു 12 കിലോമീറ്റർ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ എന്തിനാണ് ഇവർ ഇത്രത്തോളം ബഹളം വെക്കുന്നത്? കാരണം അതോ ഇത് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ? ചിലപ്പോ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എപ്പോഴും ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കണം. ഓരോ കൊച്ചു പ്രദേശർക്കും ഇവർക്ക് കൊച്ചു ഉദ്ഘാടനങ്ങൾ എപ്പോഴും വേണം. കാരണം എന്നാലല്ല ആ പ്രദേശത്തുള്ള ആളുകളുടെ ഇടയിലോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ആണെങ്കിൽ പോലും MP നേരിട്ട് വന്നിട്ട് ഞാൻ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജംഗ്ഷനിലും ഇപ്പോ ഹൈമാസ്റ്റ് ലൈറ്റ് ഒരു സമയത്ത് ഇതായിരുന്നു ഏറ്റവും ഫാഷൻ. MLA ഫണ്ട് ഉപയോഗിച്ച് ലൈറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ എല്ലാ മൂലയ്ക്കും. പിന്നെ ബസ് സ്റ്റോപ്പുകൾ 10 ലക്ഷത്തിന്റെ ബസ് സ്റ്റോപ്പ്, 20 ലക്ഷത്തിന്റെ ബസ് സ്റ്റോപ്പ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല ബസ് സ്റ്റോപ്പുകളും കാണുമ്പോ 25-40 ലക്ഷം രൂപ കൊടുത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോ കമ്പിയുമില്ല. അങ്ങനെയുള്ള പല ബസ് സ്റ്റാൻഡുകളും ഇപ്പോഴും ഉണ്ട്. അവിടെ നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു ബസ് സ്റ്റാൻഡ്? ഉദ്ഘാടനത്തിന് 1-2 ലക്ഷം എന്നിട്ട് ആ രീതിയിൽ ചെലവഴിച്ചതാണോ?
ഒരുപാട് ഫണ്ടുകൾ വെറുതെ ഈ രീതിയിൽ ചെലവാക്കുന്നുണ്ട്. പിന്നീട് ഈ പഞ്ചായത്ത് തലത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചായത്തിൽ ഇവര് വിജയിച്ചു കയറി വരുമ്പോൾ ഇവർ റോഡിന് വേണ്ടി ഒരു ഉദ്ഘാടനം നടത്തും. ഇതിന്റെ അവസാനത്തെ പണി കഴിയുന്നത് ഇവർ ഇറങ്ങാൻ നേരത്തായിരിക്കും. ഈ 5 കൊല്ലത്തെ ഗ്യാപ്പാണ് ഒരു കൊച്ചു റോഡ്. ഒരു 100 മീറ്ററിന്റെ റോഡാണെങ്കിൽ പോലും അതിന് ആദ്യമേ ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞ് ഇവരെ ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്ക് ഈ റോഡ് പണിയത്തോളും. അത് ഏറ്റവും വലിയൊരു ജനങ്ങളെ വഞ്ചിക്കുന്നതല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് ഈ സർക്കാരുകൾ മാറുന്ന സമയമാണെങ്കിലാണ് ഇതിന്റെ ഇത് രൂക്ഷമാവുന്നത്. അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണം മാറുന്ന സമയത്താണെങ്കിൽ രൂക്ഷമാവും. ഈ നമ്മുടെ കോട്ടയത്ത് കണ്ടുണ്ടാവുമല്ലോ, റൗണ്ടാനയില് കുറെ കമ്പി തൂക്കിയിട്ടേക്കണേ പ്രാവുകൾക്കും ഈ ക്രിസ്മസിന് അത് ഭയങ്കര വൈറലായിരുന്നു. ക്രിസ്മസിന് കോട്ടയംകാർക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ റൗണ്ടിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് ക്രിസ്മസിന്റെ കുറെ സാധനങ്ങൾ വെച്ച് സോഷ്യൽ മീഡിയ മൊത്തം ഈ സാധനങ്ങൾ ഒരു ട്രോള് കണ്ടതാണ്. ഓണത്തിന് ഊഞ്ഞാല് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടേക്കണേ പറഞ്ഞു കോട്ടയംകാർക്ക്. കാരണം അത്രത്തോളം പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും ആയില്ല. അല്ല, കോട്ടയത്തെ സംബന്ധിച്ച് ആ നിർമ്മിതി എപ്പോഴും ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയ. നല്ല വൃത്തിയായിട്ടൊരു ഫൗണ്ടനും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അത് കുത്തിപ്പൊളിച്ച് നശിപ്പിച്ച് വെറുതെ ഒരു ലോഹക്കൂടെ ഉണ്ടാക്കി വെച്ചു, ആകാശപാത. അതൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഈ തൃശ്ശൂര് വന്നത്. അത് നല്ല ഗംഭീരമായിട്ട് അവർ ഉണ്ടാക്കി, ഫുൾ എ സി ഒക്കെ ആയിട്ട്. ഇപ്പോഴും കോട്ടയത്ത് ഒരു ഫ്രെയിം ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, ഒരു പ്ലാനും ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ ടാക്സ് പേഴ്സിന്റെ അന്നത്തെ കാലത്ത് ദീർഘവീക്ഷണത്തിൽ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ അത് പാളിപ്പോയി, ഒന്നും ആവാതെ പോയി. അത് എന്ത് വൃത്തികേടാണ് അതവിടെ നിൽക്കുന്നത്. നമ്മുടെ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും മോശം ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ കോട്ടയത്ത് കാണുന്നത്. അവര് എത്രത്തോളം അവർക്ക് വിഷൻ ഇല്ല, വിഷൻ ഇല്ലായ്മയുടെ പ്രതീകമാണ്. കാരണം വിഷൻ ഉണ്ട്, അത് എങ്ങനെ കൃത്യമായിട്ട് എക്സിക്യൂഷൻ വേണ്ടേ. അത് ഇരിക്കുന്നത് അവിടുത്തെ നഗരസഭയുടെ തൊട്ട് മുമ്പിലാ. അപ്പൊ കാണണം, നഗരസഭയോ ഇത് ഒരു ഭരണകേന്ദ്രമാണല്ലോ, നഗരസഭയോ MLA MP ഒന്നും ഇല്ലാതെ സാധനം അവിടെ ഇരിക്കുക. അത്രത്തോളം പൈസ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടാക്സ് പേഴ്സിന്റെ മണിയാണല്ലോ ഇതിനൊക്കെ പോണത്. അല്ല, കോട്ടയത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അത്രയും കാലം മുമ്പോട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് അത്രയും വിഷനായിട്ട് അവര് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് മൊത്തത്തിൽ പാളിപ്പോയി. അത് കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു കാര്യമല്ലേ. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിവില്ലായ്മയാണ് അതിനകത്ത്. അല്ല, അതിനകത്ത് കഴിവില്ലായ്മ ഉണ്ടല്ലോ. കാരണം ഇത് എക്സിക്യൂട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീസിബിലിറ്റി നോക്കണം. അത് എപ്പോൾ കാരണം MLA ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ MLA ഒരാൾ തന്നെയാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. MLAക്ക് പുഷ് ചെയ്യാൻ ഒരു ഇതുപോലെ പുഷ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ബേസിക്കലി പറഞ്ഞത് അതിന്റെ ഒരു ഇഷ്യൂ മാത്രമല്ല, പലപ്പോഴായി നമ്മുടെ ടാക്സ് പേഴ്സിന്റെ പണം ഇങ്ങനെ അനാവശ്യമായി സെലിബ്രേഷൻ നടത്തിയും എല്ലാവർക്കും ലഡ്ഡു കൊടുത്തും ഒക്കെ അനാവശ്യമായിട്ട് കളയുന്നുണ്ട്. ഒരു പ്രൊജക്ടിന് ഇത്ര രൂപ അനുവദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1% ഈ പ്രൊജക്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ചെലവഴിക്കും. അതെ. ഇനി ഒരു പ്രോജക്റ്റിന് അത്രയും പൈസ ആയില്ല, കുറച്ച് പൈസ ബാക്കിയുണ്ട് എന്നും പറഞ്ഞാൽ അത് ഇങ്ങനെ ആഘോഷിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. വേറെയും പ്രോജക്ട്സ് നമുക്ക് വരാമല്ലോ. അപ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യൻസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുക്കണം. കാരണം ഇങ്ങനെ ആവശ്യമില്ലാതെ ഉദ്ഘാടനങ്ങൾ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, ജനങ്ങളെ ഇത് അലോസരപ്പെടുത്തുന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഉദ്ഘാടനങ്ങൾ നടത്തി ജനങ്ങളെ പൈസ കളയുന്നത്. അതെ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് ഇവർക്ക് ഈ എല്ലാം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. കാരണം നമ്മുടെ ടാക്സ് ആണ്. ഈ വേദിയിൽ വന്ന എംഎൽഎമാരും അങ്ങോട്ടും കുറ്റം പറയും. ഞങ്ങൾ കൊണ്ടുവന്ന പൈസ അല്ല, ഇവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ്, ഞാനാണ് ഇതിനു വേണ്ടി പൈസ മുടക്കുന്നത്. പക്ഷെ ഈ പൈസ ആരുടേതാണ്? നമ്മളുടേതാണ്. എന്നിട്ട് നമ്മളോട് തന്നെ പറയാണ് ഞാൻ കൊണ്ടുവന്ന കാശാണ്. ഇവര് കൊണ്ടുവന്നില്ലല്ലോ, ഇവർക്ക് ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാശ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. ആ ഒരു ഇതിനാണ് അവർ ഇത്രത്തോളം ഞങ്ങള് എന്തോ ആന മറിക്കുന്ന പണി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. പക്ഷെ അത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു തുല്യമാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം നിന്നു പോകുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്.